നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ സ്ഥിരം ലൊക്കേഷനായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള മറ്റൊരു കലാകാരൻ്റെ വീടാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമലയുള്ള ബിച്ചു തിരുമല എന്ന് പറയുന്ന ആ ഒരു മഹാ കലാകാരൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അദ്ദേഹം നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോയിട്ട് ഏകദേശം 5 കൊല്ലത്തോളം ആവുന്നു. 2021 അദ്ദേഹം മരണപ്പെട്ടത്. ഒരുപാട് ഗാനങ്ങൾ ബാക്കിയാക്കി അദ്ദേഹം മൺമറഞ്ഞു പോയി. FM-ലൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേരാണ് ബിച്ചു തിരുമല. ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ബിച്ചു തിരുമല. അപ്പോൾ അങ്ങനത്തെ ആർക്കും മറക്കാൻ കഴിയാത്തൊരു കലാകാരനാണ് അദ്ദേഹം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുമലയിലാണ്. അപ്പോൾ തിരുമലയിലുള്ള ബിച്ചു തിരുമല സാറിൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ വേറൊരു വീട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു വീടുണ്ട് കേട്ടോ. ഈ കാണുന്ന വീടില്ലേ, ഇത് ബിച്ചു തിരുമല സാറിൻ്റെ സഹോദരിയുടെ വീടാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് തിരക്കി സാറിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ്. അപ്പോൾ ഞാനിവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ഒരു ജംഗ്ഷൻ അടുപ്പിച്ച് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാനിപ്പോൾ ബിച്ചു തിരുമല സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വീടുള്ള ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ഇവിടെ അല്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയദർശൻ സാറിൻ്റെ ആ ഒരു വീട്ടിൻ്റെ അടുത്താണ്. ഈ മുന്നിൽ കാണുന്നതാണ് പ്രിയദർശൻ സാറിൻ്റെ വീട്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തേക്കൊണ്ട് ആ സ്ഥലം കാണിക്കുന്നില്ല, ജസ്റ്റ് ആ ലൊക്കേഷൻ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ജംഗ്ഷനുണ്ട്. ഇതിനകത്ത് ഒരുപാട് റോഡുകളൊക്കെ തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ്. മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച ഗാനരചയിതാവായിട്ടുള്ള ബിച്ചു തിരുമല സാറിൻ്റെ നാട്ടിൽ കൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അദ്ദേഹം 2ാമത് വീട് വെച്ച് താമസമായത് ഈ കാണുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതുവഴി കുറച്ച് താഴോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാവും. അപ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഗൈസ്, ഞാനങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ എത്തിയിരിക്കുവാണ്. ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് നടന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ അകത്തോട്ട് കയറും. അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഫാമിലി ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഞാൻ ഈ കാണുന്ന വഴിയെ നടന്ന് മുന്നിലോട്ട് എത്തുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഈ റോഡ് വന്ന് ഇറങ്ങുന്ന മെയിൻ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വീടുണ്ട് കേട്ടോ. ഈ കാണുന്ന 2 നില വീടാണ് ബിച്ചു തിരുമല സാറിൻ്റെ വീട്. മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രഗത്ഭനായിട്ടുള്ള ഗാനരചയിതാവ് ബിച്ചു തിരുമല സാറിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ ഈ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞു പോയ ഒരുപാട് ഗാനങ്ങളുടെ ഒരു വലിയ അമരക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകൾ വേണ്ടി വരും. ഗൈസ്, ഞാനങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അകത്തോട്ട് കയറുവാണ് കേട്ടോ. ഇവിടെ ഒരു ഫാമിലിയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ്, മകൻ. അദ്ദേഹത്തിൻ്റെ മകൻ അറിയാമല്ലോ, ഒരു ഫേമസ് മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട്. വീട്ടിനകത്ത് കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഓർമ്മകളിലൂടെ നമുക്കൊന്ന് പോകാം. ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ കുറേ ഉപഹാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ നിന്ന് കിട്ടിയതും അല്ലാതെ കിട്ടിയതുമായിട്ടുള്ള ഒരുപാട് അവാർഡുകളും അതേപോലെ വില മതിക്കാനാവാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഷെൽഫിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്നും പറഞ്ഞാണ് ഞാനിപ്പോൾ അകത്തേക്ക് കയറി ഷൂട്ട് ചെയ്യുന്നത്.
ഗൈസ്, ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ബിജു തിരുമല സാറിൻ്റെ കുടുംബ വീടുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ അനിയനാണ് വീട് വെച്ച് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ഇരുന്നതായി ഈ കാണുന്ന മതിൽക്കെട്ടിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഈ ഒരു സ്ഥലമുള്ളത് നമ്മളെ തിരുമല ആലപ്പുറം റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ കുടുംബ വീടുണ്ടായിരുന്ന ആ ഒരു ലൊക്കേഷൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കുടുംബ വീടോ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, എല്ലാം ഇടിച്ച് കളഞ്ഞു. ഇവിടെ ഇപ്പോൾ ആകെ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനിയനാണ്. ഞാനിപ്പോൾ നടന്ന് വീട്ടിൻ്റെ മുന്നിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലൊക്കേഷൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ മുഖം കണ്ടിട്ട് എന്തെങ്കിലും ഒരു സാമ്യത തോന്നുന്നുണ്ടോ? കുറച്ചുകൂടി ലോങ്ങൊക്കെ നോക്കുമ്പോൾ ജസ്റ്റ് നമ്മളെ ബിച്ചു തിരുമല സാറിൻ്റെ ഒരു കട്ടില്ലേ, ഇനി സാറ് തന്നെ പറയും ആരാന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കുറേ പേര് എന്നെ പലയിടത്തും വെച്ച് കാണുമ്പോൾ സാറ് ഏതെങ്കിലും സിനിമാക്കാരനുമായി ബന്ധമുള്ള ആളാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, എന്താ അങ്ങനെ ചോദിക്കാൻ, അല്ല ബിച്ചു തിരുമല സാറിൻ്റെ ഒരു ലുക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അനിയനാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ലൈനിൽ 4ാമത്തെ ആളാണ്. ബിച്ചു തിരുമലയാണ് ഏറ്റവും മൂത്തയാൾ. അതിന് താഴെയായിട്ട് ബാലഗോപാൽ എന്നൊരു അനിയനുണ്ടായിരുന്നു. 1.5 വയസ്സാവും മുമ്പ് മരിച്ചുപോയി. ആ ഓർമ്മ വെച്ചിട്ടാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ള സിനിമയിലെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി എന്നുള്ള പാട്ട് ആ ബാലഗോപാലാണ്. അത് ചേട്ടൻ പല ഭാഗത്തും പ്രസ്താവിച്ചിട്ടുമുണ്ട്, ഓർമ്മകളൊക്കെ പറയുന്നിടത്തൊക്കെ, ഇൻ്റർവ്യൂവിലുമൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആളാണ് മൂത്ത എൻ്റെ സഹോദരി സുശീല ദേവി. തിരുവനന്തപുരം വിമൻസ് കോളേജിലെ മ്യൂസിക് പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. നമ്മുടെ KS ചിത്രയുടെ ടീച്ചറാണ്. ചിത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴെല്ലാം ചെന്ന് കാണുന്ന ഗുരുവാണ് ചേച്ചിയെയും അൻസർ കണ്ടിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ആദ്യം പോയത് അവിടെയാണ്. പിന്നെ ഞങ്ങൾ പുറകെ ഇപ്പം 3 പേരായി, ബാലഗോപാൽ ഉൾപ്പെടെ 4 പേരായി. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ 11 മക്കളെയാണ് അമ്മ പ്രസവിച്ചത്. 4 പേര് മരിച്ചുപോയി, 7 പേരാണുള്ളത്. 3 പേര് മരിച്ച സഹോദരിമാരാണ്. അവരൊക്കെ എൻ്റെ ഇളയതായിരുന്നു. എൻ്റെ നേരെ ഇളയതായിട്ടുള്ള ആൾ ആലുവയിൽ ഗൈനക്കോളജിസ്റ്റാണ്. അടുത്തതായിട്ടുള്ളത് ശ്യാമ എന്ന് പറയുന്ന മറ്റൊരു അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ പേരും തന്നെ പാട്ടുകാരുമൊക്കെയാണ്. എല്ലാ പേരും സാമാന്യം പാടുകയൊക്കെ ചെയ്യും. ഞാൻ തിരുവനന്തപുരത്തെ AG's ഓഫീസിൽ നിന്ന് ഓഡിറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഞാൻ ഓഫീസിലെ അവിടുത്തെ വലിയ പാട്ടുകാരനായിരുന്നു. അടുത്ത ആൾ ആണ് ദർശൻ രാമൻ എന്ന സംഗീത സംവിധായകൻ. സ്വപ്നങ്ങളെ വീണുറങ്ങൂ എന്ന പ്രസിദ്ധമായ ഗാനം ആ കാലത്ത് യേശുദാസ് സെലക്ട് ചെയ്ത 10 പാട്ടുകളിൽ ഒന്നായി കരുതപ്പെടുന്നതാണ് ആ ഗാനം. അത് തകിലു കൊട്ടാമ്പുറം എന്നുള്ള സിനിമയിലാണ്. തകിലു കൊട്ടാമ്പുറം സിനിമയിലെ അവസാനത്തെ കുറേ രംഗങ്ങൾ ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൽ നിന്ന് അത് എടുക്കാനൊക്കുന്നത് തന്നെയാണ് എൻ്റെ ധാരണ. അത് കഴിഞ്ഞേച്ച് പിന്നെ ഏറ്റവും ഇളയവളാണ് ഈ കുടുംബത്തിൽ താമസിച്ചിരുന്ന എൻ്റെ അനിയത്തി. അവൾ തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടറി നിന്ന് ഫൈനാൻസിലെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് വിരമിച്ചത്. അവരുൾപ്പെടെ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാ സഹോദരങ്ങളും ഇവർക്ക് ഇവിടെയൊക്കെ അമ്മ കൊടുത്തിരുന്ന ഭൂമിയെല്ലാം വിറ്റുപോയി. അവർ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് താമസമാണ്. ചേട്ടൻ്റെ വൈഫിനെയും മകനെയും അൻസർ ചെന്ന് കണ്ടിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പഴയ കാര്യങ്ങൾ. ഓർമ്മ, എൻ്റെ വൈഫ് ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു, ചെങ്ങന്നൂറുകാരിയാണ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. ചേട്ടന് ആ ഒരേ ഒരു മകനേ ഉള്ളൂ, സുമൻ ബിച്ചു, വിവാഹിതനാണ്. എൻ്റെ മകൻ കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിലും മകൾ സിംഗപ്പൂരിലും വർക്ക് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. നമ്മൾ ഈ നിൽക്കുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, ബിച്ചു തിരുമല സാറിൻ്റെ അവരെ സ്വന്തം വസ്തുക്കളായിരുന്നു. ഈ കാണുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീടൊക്കെ ഒരു സഹോദരിയുടെ വീടാണ്. ഈ കാണുന്നതൊക്കെ ഇതിൽ പെട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരിതൊക്കെ കൊടുത്ത് ഇവിടെ നിന്നൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. ഇവിടെ അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബ വീടെന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെയാണ് ആ വീടുണ്ടായിരുന്നതെന്നാണ്. ഇവിടെ ഉള്ള ബിജു തിരുമല സാറിൻ്റെ സഹോദരൻ ആ വീടൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വീടൊന്നുമില്ല, പക്ഷേ ആ ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. സാറിൻ്റെ പേരെന്തുമായിരുന്നു? വിജയകുമാർ. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതും നമ്മൾ ഈ കാണുന്ന പുറകിലോട്ടുള്ളതും ഈ കാണുന്ന ഫ്രണ്ടിൽ ഈ കാണുന്നതൊക്കെ ബിജു തിരുമല സാറിൻ്റെ സ്വന്തമായിരുന്നു. അവരുടെ കുടുംബത്തിനുള്ള സ്വത്തുകളായിരുന്നു. അപ്പോൾ കാണുന്ന ഇതിനകത്താണ് സാറിൻ്റെ അച്ഛനെ അടക്കിയിരിക്കുന്നത് അല്ലേ? പക്ഷേ ഇപ്പോൾ കുടുംബത്തിൻ്റെ സ്വത്തുക്കളല്ല, ഇത് പലരായിട്ട് മേടിച്ചു. ഏതാണ്ട് ഒരു 3 ഏക്കറോളം അമ്മയുടെ സ്ഥലമായിരുന്നു. ബാക്കിയുള്ളതിൽ വിറ്റുപോയ സ്ഥലങ്ങളാണിതെല്ലാം. പക്ഷെ അത് കാരണം നല്ലൊരു കോളനി പോലായി ഒരുപാട് ആൾക്കാരൊക്കെ. ഇപ്പൊ ഈ കാണുന്ന വീടിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ബിച്ചു തിരുമല എന്ന എൻ്റെ മൂത്ത ചേട്ടൻ ഉൾപ്പെടെ ഞങ്ങൾ 7 മക്കൾ അച്ഛനമ്മമാരോടൊപ്പം
കുട്ടിക്കാലം ചെലവഴിച്ചിരുന്ന സ്ഥലമാണിത്. ദേവീ ദർശൻ എന്നായിരുന്നു വീടിന് പേരിട്ടിരുന്നത്. അതായത് അവിടെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്, കല്ലറമഠം ദേവീ ക്ഷേത്രം. അതിന് അഭിമുഖമായിട്ട് വരുന്നത് കൊണ്ട് അച്ഛനിട്ട പേരാണ് ദേവീ ദർശൻ. അച്ഛൻ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ മുഴുവൻ ഇവിടം ചുറ്റിപ്പിക്കുകയാണ്. കുട്ടിക്കാലം കളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് വരുന്നതൊക്കെ ഇവിടെയായിരുന്നു. ഇവിടെ പിന്നെ പാർട്ടീഷനായപ്പം എൻ്റെ ഏറ്റവും ഇളയ സഹോദരി ജയലക്ഷ്മി, അവൾ സെക്രട്ടേറിയറ്റിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തവളാണ്. അവളും ഭർത്താവും ആണ് ഇവിടെ താമസിച്ചിരുന്നത്. അവരും ഇവിടെ നിന്ന് ഈ പറഞ്ഞ മാതിരി കൊടുത്തുപോയി പട്ടിയൂർക്കാവിനടുത്തായിട്ട് സ്ഥലം വാങ്ങിച്ച് താമസിക്കുന്നു. SBTയിൽ റിട്ടയർ ചെയ്ത ശ്രീ KK നായർ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. കേസ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ഇവിടെയാണ് നമ്മളെ ബെച്ചു തിരുമല സാറിൻ്റെ വീടുണ്ടായിരുന്നത്. അതായത് കുടുംബ വീട്, അമ്മയും അച്ഛനും സഹോദരങ്ങളും എല്ലാവരും കൂടെ താമസിച്ചിരുന്ന മണ്ണാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശേഷിപ്പ്, അതിൽ അവസാനം ഒരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കിണർ മാത്രമാണ് ഇപ്പോൾ ഈ പുരയിടത്തിലുള്ളത്. 1956 ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങുന്നത്. അപ്പോഴെനിക്ക് ഏതാണ്ട് 7-8 വയസ്സിനകത്തേ ഉള്ളൂ എനിക്ക്. ആ സമയത്ത് നിർമ്മിച്ച കിണറാണ്. ഏകദേശം ഈ കിണറിന് ഒരു 70 കൊല്ലത്തെ പഴക്കം. 70 കൊല്ലത്തെ പഴക്കമുണ്ട്. സത്യം പറയണമെന്നുണ്ടെങ്കിൽ ബെച്ചു തിരുമല സാറ് ഒരുപാട് തവണ കപ്പിയിട്ട് വെള്ളം കോരിയിട്ടുള്ള ഒരു കിണറാണ് അല്ലേ. അദ്ദേഹത്തിന്റെ ഓർമ്മകളെന്ന് പറയുമ്പോൾ ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്ത് ആകെ ശേഷിക്കുന്ന ഇതാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത്. വേണമെങ്കിൽ അതിൻ്റെ കൂടെ പറയാം, ഈ കിണറിൽ ഇരിക്കുകയാണ് കൊച്ചനിയത്തി. അവളെ ചേട്ടൻ ഇവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരുന്നു. ജോലിക്കാരൻ പയ്യൻ ഓടി വന്ന് അവളെ തൂക്കി അങ്ങ് എടുത്തു. ചന്ദ്ര, എൻ്റെ നേരെ ഇളയാള്, അവളെ ഇവിടെ ഇരുത്തി ചേട്ടൻ ഇങ്ങനെ ഓടി കളിക്കുകയായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അന്ന് 7 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അവൾക്ക് 5-6 വയസ്സേ ഉള്ളൂ. അവളെ ഇവിടെ ഇരുത്തി ചേട്ടൻ ഇങ്ങനെ ഓടി കളിപ്പിച്ചു. അപ്പോൾ ചേട്ടൻ ആ ഒരു എന്തോ യുക്തി പോയില്ലയോ എന്തോന്നറിയില്ല, ജോലിക്കാരൻ ഓടി വന്ന് അങ്ങ് എടുത്തു. അങ്ങനെ ഒരു സംഭവം നടന്നു. ആ അനിയത്തി ഇപ്പോൾ ആലുവയിൽ ഗൈനക്കോളജിസ്റ്റാണ്. അതൊരു വല്ലാത്ത ഓർമ്മയാണ് കേട്ടോ. അത് ഒരുപാട് വർഷം പഴക്കമുള്ള മറക്കാത്ത ഓർമ്മയാണല്ലേ. അതൊരിക്കലും മറക്കാൻ പറ്റൂല. ചേട്ടൻ കുളിക്കാനൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ കുളത്തിൽ കൊണ്ടുപോയി ചേട്ടൻ അല്പം കുസൃതിയായിരുന്നു. കുറച്ച് നേരം ഞങ്ങളെ വെള്ളത്തിൽ പിടിച്ച് മുക്കി താഴ്ത്തും. അങ്ങനെയുള്ള കുണ്ടാവണ്ടികളൊക്കെ കാണിക്കുമായിരുന്നു. എന്നിട്ട് കുമിളകൾ വന്ന് നിൽക്കാറാവുമ്പോഴത്തേക്ക് പൊക്കും. അതായത് പിന്നെ അപകടമാകുമെന്നാണ്. ചേട്ടൻ ഈ പറഞ്ഞില്ലേ, എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ചേട്ടൻ ഒരു 12 വയസ്സ് കാണും. 12 വയസ്സുകാരൻ്റെ കുസൃതികൾ എന്നെക്കാളും 6 വയസ്സ് കൂടുതൽ. എന്നിട്ടും അടുത്ത ദിവസം വീണ്ടും അമ്മയെടുത്ത് വഴക്കിട്ട് ചേട്ടൻ്റെ കൂടെ കുളിക്കാൻ ഞങ്ങൾ പോവുകയും ചെയ്യും. ഒരു കാലം ധാരാളം കുളങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സാറിൻ്റെ സഹോദരൻ ഒരുപാട് ഓർമ്മകൾ സാറിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ സാറിൻ്റെ മൈൻഡിൽ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ വേണമെങ്കിൽ നമുക്കൊരു ബുക്ക് തന്നെ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഓർമ്മകൾ, കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുസൃതി പോലെയായിരുന്നു ഞാൻ ആ പറഞ്ഞ സംഭവമൊക്കെയാണ്. നേരത്തെ സാർ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണെന്നും പറഞ്ഞൊരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എന്തായിരുന്നു സംഭവം? സംഭവം എന്താണെന്ന് വെച്ചാൽ 1995 എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 96. ഈ 2 വർഷത്തിലൊന്നാണ്. 95 തന്നെയാണ്. 95 ക്രിസ്മസ് ഡേയുടെ തലേന്നാണ് ചേട്ടൻ്റെ ഈ വീഴ്ച. അതായത് ചേട്ടൻ്റെ മകൻ സുമൻ ബിച്ചു അന്ന് അവന് 16 വയസ്സ് ആയിരിക്കണം, 15-16 വയസ്സാണ്. എൻ്റെ മോൻ്റെ പ്രായം തന്നെ. മോനേക്കാളും 2 ആഴ്ച എളുപ്പമാണ് ഇവൻ. അപ്പം ക്രിസ്മസ് സ്റ്റാർ കെട്ടിത്തരണം എന്ന് ചേട്ടനോട് വളരെ അവൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. പല കാരണങ്ങളുണ്ടെങ്കിൽ മറിഞ്ഞു പോയി. അവസാനം ഡിസംബർ 24 25 ക്രിസ്മസ് ആണല്ലോ. 24 അന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോയി. ചേട്ടത്തിയും ഇവനും ചേട്ടനുമായിട്ട് ഇറങ്ങി കാറിലോട്ട് കയറാൻ പോകുമ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു, അച്ഛാ നാളെ ക്രിസ്മസ് ആണ്, ഇതുവരെ അച്ഛൻ എനിക്കത് കെട്ടി തന്നില്ലല്ലോ. ഓ മറന്നു പോയല്ലോടാ, എന്നാൽ ഞാൻ കെട്ടിയിട്ട് വരാമെന്നും പറഞ്ഞ് മുകളിലോട്ട് കയറിപ്പോയതാണ്. അപ്പം ചേട്ടൻ ഡയബറ്റിക് ഇത്തിരി കൂടുതലായിട്ടുള്ള ഒരു സ്റ്റേജിൽ ഡയബറ്റിക് കോമ എന്നുള്ള ഒരു അവസ്ഥ വന്ന് കോമയായിപ്പോയി. അവിടെ നിന്ന് തല കറങ്ങി മുകളിൽ നിന്ന് വീണെങ്കിലും ചേട്ടനെ രക്ഷപ്പെടുത്തിയത് പാരപ്പറ്റിൽ നിന്ന് സൺഷെയ്ഡിൽ വീണു. പാരപ്പറ്റിൽ നിന്ന് സ്റ്റാർ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഈ തലകറക്കം വന്ന് അത് പിന്നെ ചേട്ടൻ പറഞ്ഞ കോമയാണെന്ന് ഡോക്ടറും പറഞ്ഞു. പാരപ്പറ്റിൽ നിന്ന് സൺഷെയ്ഡിൽ നിന്ന് വീണ് പിന്നെയും വീണത് കൊണ്ട് ആഘാതം അല്പം കുറഞ്ഞു. അതുകൊണ്ട് എന്നാലും വളരെ ഇതായിപ്പോയി. ചുരുക്കത്തിൽ 10ഓളം മിനിറ്റായിട്ടും കാണാത്തതുകൊണ്ട് ഇവർ ചെന്നപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെയാണ് എന്തായാലും ഭാഗ്യം അധികം നേരം താമസിയാതെ കൊണ്ടുപോയി. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ദേവരായ മാസ്റ്റർ, കോന്നിയൂർ ഭാസ് പാട്ടെഴുത്തുകാരനായിരുന്നു കാലത്തെ,
പിന്നെ വെള്ളനാട് നാരായണൻ അങ്ങനെ ഒരു അന്നത്തെ ഒരു പാട്ടെഴുത്തുകാരനാണ്. അവരെല്ലാം പോയി, അവരാരുമില്ല. ഇവരെല്ലാം അന്ന് ഉണ്ടായിരുന്നു. ഡോക്ടർ രാമേന്ദ്രൻ നായർ സൂപ്രണ്ട് അദ്ദേഹം. അങ്ങനെ ആ ഒരു സമയത്ത് അസറ്റോൺ ലെവലോ എന്തോ ഒരു പ്രോബ്ലം കൊണ്ടൊക്കെ മെഡിക്കേഷൻ അതൊക്കെ വന്ന ഒരു സ്റ്റേജൊക്കെ വന്നപ്പോൾ പേടിച്ചു പോയി. പിന്നെ പെട്ടെന്നൊക്കെ അസറ്റോൺ ലെവലൊക്കെ കുറച്ച് കൊണ്ടുവന്ന് മരുന്നുകളൊക്കെ അങ്ങനെയൊക്കെ എന്തോ ഒരു ഇതിലാണ് രക്ഷപ്പെട്ട് കിട്ടി. പക്ഷേ ഒരു 2, 3, 4 ആഴ്ചയോളം നിയർലി 1 month ആശുപത്രി കിടക്കേണ്ടി വന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം. ആ വീഴ്ചയാണ് ആ കാലത്തെ ചേട്ടൻ്റെ ഒരു ഫ്ലോ തീർത്ത് കളഞ്ഞത്. ആ ഒരു സമയത്തെ ഗ്യാപ്പിലാണ് നമ്മുടെ കൈതപ്രവും ഗിരീഷ് പുത്തഞ്ചേരി നല്ല പാട്ടെഴുത്തുകാരനാണ്. പക്ഷെ അവരുടെയൊക്കെ കടന്നു വരവ് വന്നു കഴിഞ്ഞപ്പം ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വീട്ടിലെത്തിയെങ്കിലും നല്ലവണ്ണം എഴുതാനൊക്കാത്ത ഒരു, പക്ഷേ വളരെ ജനകീയമായ പാട്ടുകളൊക്കെ എഴുതിയിരുന്ന ആളാണ്. എങ്കിലും അതിനെ തുടർന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് പിന്നെയാണ് ചേട്ടൻ അല്പം ഒന്ന് ഒരു എന്താ പറയണ്ട, ഒരു ചാൻസുകളിൽ ഒരു കുറവ് വന്നു. ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഈ 2 പേരെങ്കിലും പ്രധാനമായിട്ട് കൈതപ്രവും ഗിരീഷ് പുത്തഞ്ചേരി 2 പേരും നല്ല പാട്ടെഴുത്തുകാരൊക്കെയാണ്. അങ്ങനെയൊക്കെ വന്ന് പിന്നെ എഴുതി 2005-6 വരെയൊക്കെ പാട്ടുകൾ എഴുതി. പിന്നെ അത്രയും ഫിലിംസ് വന്നില്ല. അണ്ണൻ തമ്പിയോ അങ്ങനത്തെ പടം, ലാസ്റ്റ് ഫിലിം. അതായിരുന്നു 2005 ഹിറ്റ് പാട്ടാണല്ലോ. അതാണ് ലാസ്റ്റ് ഫിലിം. ബിച്ചു തിരുമല എന്ന ആളെ ഇഷ്ടപ്പെടുന്നവരും ഇനി ഇഷ്ടപ്പെടാനായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ഒരു കലാകാരനാണ് അദ്ദേഹം. ഫോണിനെ നോവിച്ചവരാരും അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ക്ലിപ്പുണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് ബിച്ചു തിരുമല സാറിൻ്റെ ആ പഴയ വീടാണ്. ഈ വീട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു മാറ്റം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പകല് കൊട്ടാമ്പുറം എന്ന സിനിമയാണ്. ഇതിൽ ലാലേട്ടനും പ്രേം നസീർ സാറൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്.